ഹായ് ഹലോ, ഐ എം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. നമ്മൾ 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്റർ പേയേഴ്സ് ഓഫ് ഇക്വേഷനിലെ 3 ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. 4ാമത്തെ ഭാഗത്തിലോട്ട് കടക്കാം. അടുത്ത 4ാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ വയർ 1 മീറ്റർ ലോങ്. അല്ലെ, ക്വസ്റ്റ്യൻ വായിച്ച് നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി എടുക്കണം. അത് വീണ്ടും ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ വയർ 1 മീറ്റർ ലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വയർ ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്തുണ്ട് മക്കളെ? ഒരു വയറുണ്ട്. ഞാൻ ജസ്റ്റ് ആ വയർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് വരയ്ക്കാം. ഒരു വയറുണ്ട്. ആ വയറിന്റെ നീളം 1 മീറ്റർ ആണ്. ആ വയറിന്റെ നീളം എത്രയാണ്? 1 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണ് അല്ലെ. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 100 സെന്റിമീറ്റർ ആയിട്ട് എടുത്തത് എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഇവിടെ വേറൊരു വാല്യൂ കിടക്കുന്നുണ്ടോ? 71 സെന്റിമീറ്റർ. അപ്പൊ ഈ മീറ്ററും സെന്റിമീറ്ററും കൂടെ വരില്ലേ, ഏതെങ്കിലും ഒരു യൂണിറ്റിലോട്ട് നമ്മൾ മാറ്റണം. അതുകൊണ്ടാണ് ഈ 1 മീറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റിയത്? 100 സെന്റിമീറ്റർ. ഇനി അടുത്ത അവർ പറഞ്ഞത് കട്ട് ഇൻ ടു 2 പീസസ്. ഇത് കട്ട് ചെയ്തു, 2 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു. 2 തുല്യ ഭാഗങ്ങളൊന്നും പറയുന്നില്ല, 2 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു. നമുക്ക് എവിടെയെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ എന്തായി? ഇതിനെ എത്ര ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത്? ഇതൊരു പീസ്, ഇത് രണ്ടാമത്തെ പീസ്. ഇനി പറഞ്ഞിരിക്കുന്നത് 1 വിച്ച് ഈസ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ. അതായത് ആദ്യത്തത് ബെൻഡ് ചെയ്ത് നമ്മൾ എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. അതിന്റെ അതർ ഇൻറ്റു ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ. മറ്റേത് മടക്കി എന്തുണ്ടാക്കി? ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കി. നമുക്കറിയാം സ്ക്വയറിന്റെ എല്ലാ വശവും തുല്യം. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, ഇത് എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. ഈക്വലാറ്റർ ട്രയാങ്കിളിന് ഒരു പ്രത്യേകത, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ഇത് വൈ ആണെങ്കിൽ ഇത് വൈ ആയിരിക്കും, ഇത് വൈ ആയിരിക്കും. സ്ക്വയറിന് എത്ര എക്സുകൾ ചേരുന്നുണ്ട്? 4 എക്സുകൾ ചേരുന്നുണ്ട് അല്ലെ. സ്ക്വയറിന് എത്ര എക്സുകൾ ചേരുന്നുണ്ട്? 4 എക്സുകളാണ് സ്ക്വയറിന് ചേരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇതിനെ 4x പ്ലസ് ഇക്വലാറ്റർ ട്രയാങ്കിളിൽ എത്ര വശമുണ്ട്? 3. എന്താണ് ഇവിടെ ഉള്ളത്? y. അതുകൊണ്ട് 3y. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴല്ലേ നമുക്ക് ഈ 100 കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? വേണമെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ എഴുതാം നമുക്ക്. ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, സൈഡ് ഓ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എക്സ്. സൈഡ് ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? y. അതൊക്കെ നമ്മുടെ സ്റ്റെപ്പ് അനുസരിച്ചാണ്. ഓരോരുത്തർക്കും ഓരോ സെന്റൻസ് ആണ് അല്ലെ. കാര്യം മനസ്സിലാക്കുക, ഈ 4 എക്സുകളും അതേപോലെ ഈ 3 വൈകളും കൂടെ ചേരുമ്പോൾ, അതാണ് 4x പ്ലസ് 3y കൂടെ ചേരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മുടെ ഈ 100 കിട്ടും. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അതിനുവേണ്ടി അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. നമുക്കിപ്പോ അറിയാം സൈഡ് ഓഫ് ദ സ്ക്വയർ ഇവിടെ ഇപ്പൊ എത്രയാണ് നമുക്കുള്ളത്? എക്സ്. അപ്പം 3 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3x എന്ന് എഴുതിക്കൂടെ? അതേപോലെ തന്നെ പ്ലസ് അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 ടൈംസ് ദ സൈഡ് ഓഫ് ദ ഇക്വലാറ്റർ ട്രയാങ്കിൾ. 2 ടൈംസ് എന്ന് പറയുമ്പോൾ 2 ഇക്വലാറ്റർ ട്രയാങ്കിൾ സൈഡ് y ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് പറയുന്നുണ്ട്? മേക്ക് 71 മീറ്റേഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 71. ഇക്വേഷൻ നമ്പർ 2. സിമ്പിൾ അല്ലേ? ഇനി പഴയതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കുറയ്ക്കാൻ പറ്റുമോ? ഇതല്ലേ മുൻഭാഗങ്ങളിലെ പ്രീവിയസ് പാർട്ടുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറയ്ക്കാൻ പറ്റണമെങ്കിൽ വേരിയബിളിന്റെ കോയിഫിഷ്യന്റ് തുല്യമായിരിക്കണം. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 4 ആണ്, ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 3 ആണ്. എന്നാൽ പിന്നെ y നോക്കിയാൽ ഇവിടെ വൈയുടെ കോയിഫിഷ്യന്റ് 3 ആണ്, ഇവിടുത്തെ വൈയുടെ കോയിഫിഷ്യന്റ് 2 ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോയിഫിഷ്യന്റ് തുല്യമാക്കണം. അതിനുവേണ്ടി നമുക്ക് ഇത്രയും നേരം നമ്മൾ എക്സ് അല്ലേ തുല്യമാക്കി, നമുക്ക് ഇവിടെ y തുല്യമാക്കാം. എന്ത് പറയുന്നത്? അപ്പൊ ഇവിടുത്തെ വൈയുടെ കൂടെയുള്ള 3നെ ഇതുമായിട്ട് ഗുണിക്കണം, ഇവിടുത്തെ വൈയുടെ കൂടെയുള്ള 2നെ ഇതുമായിട്ട് ഗുണിക്കണം. ഇനി ഒന്ന് ഗുണിച്ചേ. 4 ഗുണം 2 പറ. 4 ഗുണം 2 കൂടെ പറയണം. 8x പ്ലസ് 3 ഗുണം 2 6y ഇസ് ഈക്വൽ ടു 2 ഗുണം 100 200. അടുത്ത ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി 3 ഗുണം 3 9x പ്ലസ് ഇനി 2 ഗുണം 3 6y ഇസ് ഈക്വൽ ടു 71 ഗുണം 3. 7 ഗുണം 3 എത്രയാണ്? 21. 210 പിന്നെ ഒരു 3 അല്ലെ. അപ്പൊ ഇതിലേക്ക് അറിയാൻ വയ്യാത്തൊരു 71 ഗുണം 3 3 7 3 21. ദാറ്റ് ഇസ് ഈക്വൽ ടു 213. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? കുറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. 8xൽ നിന്നും 9x ആണ് കുറയ്ക്കുന്നത് അല്ലെ. 8xൽ നിന്നും 9x കുറച്ചാൽ 8ന്റെ ചിഹ്നം പ്ലസ് 9ന്റെ മൈനസ് അല്ലെ. അപ്പം വലുതിൽ നിന്നും ചെറുത് കുറച്ചു. അപ്പൊ എന്ത് വരും? -x. വലുതായ 9ൽ നിന്ന് 8x പോയാൽ എത്ര? 1x. വലുതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ്. അപ്പൊ ഇതെന്ത് കിട്ടി? -1x. ഇതും കൂടെ കുറച്ച എത്ര? 6y കൂടെ കുറച്ച 0. അത് എഴുതേണ്ട കാര്യമില്ല. 200ൽ നിന്ന് അടുത്തത് ശ്രദ്ധിക്കണം. 200ൽ നിന്നും 213 കുറയ്ക്കുന്നു. പ്ലസ് 200ൽ നിന്നും -213 ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുമ്പോൾ -13. ദാറ്റ് ഈസ് ഈക്വൽ ടു -13.
നമുക്ക് എക്സ് എത്ര കിട്ടി? അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഈ മൈനസും വെട്ടിക്കളഞ്ഞാൽ മിച്ചം നമുക്ക് എന്ത് കിട്ടും? ആ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 13. What is x? X is the side of square. അല്ലെ? X is the side of square. Therefore, side of square is equal to എത്ര കിട്ടി? 13. ഇനി നമുക്ക് എന്തും കൂടെ വേണം? സൈഡ് ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ കൂടെ വേണം. അല്ലെ? ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് കിട്ടാൻ വേണ്ടി ഇഷ്ടമുള്ള ഒരു ഇക്വേഷൻ എടുക്കുക. ഇതിന്റെ അകത്ത് ഇഷ്ടമുള്ള ഒരു ഇക്വേഷൻ, ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഒട്ടൊന്ന് എഴുതാം. എന്താണ്? 3x plus 2y is equal to 71. ഇവിടെ x ഉള്ളടുത്ത് 13 ഇടുമ്പോൾ 3 into 13 plus 2y is equal to 71. 3 ഗുണം 13 എത്ര? 39 plus 2y is equal to 71. ഈ പ്ലസ് 39 ഈക്വലിന് അപ്പുറം പോകുമ്പോൾ 2y is equal to 71 മൈനസ് 39 അല്ലെ? 71 നിന്നും 39 പോയാൽ എത്ര? 2y is equal to 71 നിന്നും 30 പോയാൽ എത്രയാണ്? 61, 51, 41, പിന്നെ ഒരു 9 കൂടെ കുറയ്ക്കാൻ നേരം എത്ര വരും? 41 നിന്ന് 9 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 32. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെ? y ഈസ് ഈക്വൽ ടു എത്ര ഇടും? 32 ബൈ എത്ര കിട്ടി? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 16. മനസ്സിലായ? അപ്പം 71, 31 പോകുന്നു. എത്ര കിട്ടി നമുക്ക്? y ഈസ് ഈക്വൽ ടു 16. അപ്പം ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, y ഈസ് ഈക്വൽ ടു നമുക്ക് 16 കിട്ടിയെങ്കിൽ y എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൈഡ് ഓഫ് ദ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. therefore സൈഡ് ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ y 16 കിട്ടി. അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. സൈഡ് ഓഫ് സ്ക്വയർ. സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 13. സൈഡ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ത് കിട്ടി? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എത്ര കിട്ടി? 16 കിട്ടി. ഇതല്ലേ നമുക്ക് വേണ്ട. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ പീസസ്? ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ പീസസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സൈഡ് ഓഫ് ദ സ്ക്വയറും എന്താണ്? വൈ എന്താണ്? സൈഡ് ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ലെങ്ത് ഓഫ് ദ പീസസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എത്ര എക്സ് വരുന്നുണ്ട്? 4x. ഇതിന്റെ അകത്ത് എത്ര y വരുന്നുണ്ട്? 3y. നമുക്ക് വേണമെങ്കിൽ ലെങ്ത് ഓഫ് ദ സൈഡ് 4x കണ്ടുപിടിക്കാം, 3y കണ്ടുപിടിക്കാം. 4x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 13 ഇൻറ്റു 4 ചെയ്യണം. 3y കണ്ടുപിടിക്കാം, 16 ഇൻറ്റു 3 ചെയ്യണം. അപ്പൊ കിട്ടുന്നത് നമുക്ക് എത്ര ആയിരിക്കും? രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നമ്മുടെ ഇത് 42 കിട്ടും. ഇതെത്ര കിട്ടും? 48 കിട്ടും. രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കി. 8 2 10, 4 4 8 അല്ലെ? 8 2 10, 4 4 8 1 9. സോറി, ഇത് എത്ര കിട്ടും? 52 ആണ് അല്ലെ? സോറി, 52. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 100. കറക്റ്റ് അല്ലേ? 4 3 12 ഇഷ്ടമാണ്. കറക്റ്റ്. എനിക്ക് കൂട്ടിയതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് വന്നേ, സോറി. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 100 എന്ന് കിട്ടി. ഈ 100 തന്നെയല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ. 100 സെന്റിമീറ്റർ 100 മീറ്റർ എന്നല്ലേ? സോറി, 100 സെന്റിമീറ്റർ എന്നല്ലേ? ആ 100 തന്നെ നമുക്ക് ഇവിടെ കിട്ടിയ കണ്ട. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിച്ചിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 years ago. ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചിരിക്കുക. 4 years ago. 4 years ago എന്ന് പറഞ്ഞാൽ 4 വർഷം മുമ്പ്. റഹീം ഏജ് 3 times the age of രാം. ഇപ്പൊ ഇവിടെ ആരുടെയൊക്കെ വയസ്സുകളെ പറ്റിയാണ് പറയുന്നത്? റഹീം ഏജിനെയും രാമുവിന്റെ വയസ്സ്. ഒരു കാര്യം ചെയ്യാം, 4 വർഷം മുമ്പുള്ള വയസ്സൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കതിന് ഇപ്പോഴത്തെ വയസ്സ് നോക്കാം അല്ലെ? ഇപ്പോഴത്തെ വയസ്സ് 6 വയസ്സാണ് ആദ്യം നമുക്ക് എഴുതേണ്ടത്. നമ്മുടെ റഹീമിന്റെ വയസ്സ് എഴുതാം. റഹീംസ് പ്രസന്റ് ഏജ്, ഇപ്പോഴത്തെ ഏജ് അറിയത്തില്ല നമുക്ക്, ദാറ്റ് ഈസ് എക്സ്. അതേപോലെ തന്നെ രാമൂസ് പ്രസന്റ് ഏജ് നമുക്ക് എന്ത് എഴുതാൻ അറിയത്തില്ല, ദാറ്റ് ഈസ് വൈ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4 വർഷം മുമ്പുള്ള കണ്ടീഷൻ നോക്കാം. ഇനി നമുക്ക് 4 വർഷം മുമ്പുള്ള കണ്ടീഷൻ നോക്കാം. ഇപ്പോൾ എക്സ് വയസ്സാണെങ്കിൽ 4 വർഷം മുമ്പ് 4 years ago റഹീമിന്റെ വയസ്സ് എന്തായിരിക്കും? നിങ്ങൾ തന്നെ എന്ന് പറയാം. ഇപ്പോൾ റഹീമിന്റെ വയസ്സ് എത്രയാണ്? റഹീമിന്റെ വയസ്സ് എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് എന്തായി മാറും? x-4. ഇപ്പോൾ രാമുവിന്റെ വയസ്സ് y ആണെങ്കിൽ 4 വർഷം മുമ്പ് രാമുവിന്റെ വയസ്സ് എന്തായി മാറും? y-4. അപ്പൊ 4 വർഷം മുമ്പുള്ള കഥയാണ് ആദ്യം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 4 വർഷം മുമ്പുള്ള കഥ എവിടെ എടുത്തത്? റഹീംസ് ഏജ് വാസ് അല്ലെ 4 years ago റഹീംസ് ഏജ് വാസ് 3 times രാമുസ് ഏജ്. പറഞ്ഞാൽ ആ സെന്റൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ എന്ത്? 4 വർഷം മുമ്പ് റഹീമിന്റെ വയസ്സ്, റഹീംസ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? 3 times എന്ന് പറഞ്ഞാൽ 3 into ആരുടെ ഏജ് ആണ്? രാമുവിന്റെ ഏജ്, രാമുസ് ഏജ്. ഇത് മനസ്സിലാക്കി എടുക്കണം. ഇപ്പൊ എഴുതിയ ഈ സെന്റൻസിന്റെ അകത്താണ് നമ്മുടെ കണക്കിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് ഇവിടെ എത്രയാണ്? 4 വർഷം മുമ്പ് x-4. ദാറ്റ് ഈ റഹീമിന്റെ വയസ്സ് നേരെ എന്ത്? x-4 ഈസ് ഈക്വൽ ടു 3 into എന്ന് പറഞ്ഞാൽ 3 ബ്രാക്കറ്റ് ഇൻറ്റു ഇട്ടാലും മതി. ഇൻറ്റു രാമുവിന്റെ ഏജ് എത്രയാണ്? y-4.
ഇനി ഒന്നുമില്ല, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. x-4 ഈസ് ഈക്വൽ ടു അതുപോലെ ഒരു 3y കൊടുക്കുമ്പോൾ എന്ത് വരും? 3y മൈനസ് ആയതുകൊണ്ട് മൈനസ് 3 4 കൊടുക്കുമ്പോൾ എത്ര കിട്ടി? പാടൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. എക്സും വൈയും ഒക്കെ ഒരുമിച്ച്, അതായത് പ്ലസ് 3y ഇങ്ങോട്ടും വന്ന് ഈ -4 ഇങ്ങോട്ടും പോയി. അപ്പൊ എന്ത് വന്ന്? എക്സ് -3y ഇസ് ഈക്വൽ ടു -12. ഈ -4 ഈക്വൽ അപ്പുറം പോകുമ്പോൾ എന്താവും? +4. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് -3y ഇസ് ഈക്വൽ ടു മൈനസ് പ്ലസ്. വ്യത്യസ്ത ചിഹ്നമാണ്, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 12ൽ നിന്ന് 4 പോയാൽ 8, വലുതിൽ നിന്ന് മൈനസ്. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത സെന്റൻസ്, ആഫ്റ്റർ 2 years. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? 4 years എഗോ ആണെങ്കിൽ ഇനി ആഫ്റ്റർ 2 yearsന്റെ കഥയാണ്. അടുത്ത കഥ എന്തിന്റെ കഥയാണ്? ആഫ്റ്റർ 2 years. അപ്പൊ അത് ഞാൻ എഴുതുന്നു, ആഫ്റ്റർ 2 years. ആഫ്റ്റർ 2 years ആരുടെയൊക്കെ വയസ്സ് എഴുതണം നമുക്ക്? റഹീമിന്റെ വയസ്സ് അല്ലെ? റഹീമിന്റെ വയസ്സ് എന്ത് എഴുതാം നമുക്ക്? ആഫ്റ്റർ 2 years റഹീമിന്റെ വയസ്സ്. ഇപ്പോൾ റഹീമിന്റെ വയസ്സ് എക്സ് ആണെങ്കിൽ ആഫ്റ്റർ 2 years എന്തായിരിക്കും? x+2. രാമുവിന്റെ വയസ്സ് എന്തായിരിക്കും? ഇപ്പൊ രാമുവിന്റെ വയസ്സ് എത്രയാണ്? y ആണെങ്കിൽ ആഫ്റ്റർ 2 years y+2. ദാറ്റ്സ് ഓൾ. ഇനി എന്താണ് അടുത്ത നോക്കുക? ആഫ്റ്റർ 2 years എന്ത് സംഭവിച്ചു? ദിസ് വുഡ് ബിക്കം 2 times. ആദ്യം എത്ര ടൈംസ് ആയിരുന്നു? 3 മടങ്ങാണെങ്കിൽ, ആദ്യം എത്ര ടൈമാണ്? 3 മടങ്ങാണെങ്കിൽ ഇപ്പോൾ അത് എത്ര മടങ്ങായി? 2 times ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം നമ്മുടെ സെന്റൻസ്? റഹീംസ് ഏജ് എന്ന് പറയുന്നത് 2 into രാമൂസ് ഏജ്. ഇത് മനസ്സിലാക്കിയിട്ട് ഇതിലാണ് കണക്കിരിക്കുന്നത്, ആൻസർ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആഫ്റ്റർ 2 years റഹീമിന്റെ ഏജ് എത്ര? x+2 is equal to എന്തെന്ന് എഴുതാം? 2 into y+2. That is equal to x+2 is equal to 2y കൊടുക്കുമ്പോൾ 2y plus 2 ന് കൊടുക്കുമ്പോൾ 4. ഇതേപോലെ തന്നെ y ഇപ്പുറത്തോട്ടും കൊണ്ടുവന്ന് ഈ 2 അപ്പുറത്തോട്ടും പോകുമ്പോൾ എന്ത് വരും? എക്സ് ഈ +2y ഈക്വൽ ഇപ്പുറം വരുമ്പോൾ എന്താവും? -2y is equal to 4 ഇവിടെ ഉണ്ട്. ഈ +2 അപ്പുറം പോകുമ്പോൾ -2. ദാറ്റ് x -2y is equal to എത്ര എന്ന് കിട്ടി? 4 - 2 2. ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതൊരു ഇക്വേഷൻ, ഇതുകൊണ്ട് ഇത് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി, ഇനി ഉത്തരം കിട്ടിക്കോളും. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ ഇക്വേഷൻ ഞാൻ എഴുതുവാണ്, x-2y is equal to -8. അതേപോലെ തന്നെ x-2y is equal to എന്താണ്? 2 അല്ലെ? നമുക്ക് അടുത്ത പേജിലോട്ട് ഇതൊന്നുകൂടെ ഞാൻ എഴുതാം, ശ്രദ്ധിച്ചിരിക്കണം. x-2y, ഈ 2 ഇക്വേഷൻ x-2y is equal to -8 ഉം x-2y is equal to 2 ഉം. ഓക്കെ, അത് നമുക്ക് അടുത്ത പേജിലോട്ടൊന്ന് എഴുതാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. x-3y is equal to -8, അതേപോലെ തന്നെ x-2y is equal to എത്രയാണ്? 2. നമുക്കിത് കുറച്ചാൽ മാത്രം പോരെ? ഇത് സിമ്പിൾ ആയിട്ട് കുറയ്ക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്? ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ പിന്നെ നമ്മൾ തുല്യമാക്കേണ്ട കാര്യമില്ല, ഓൾറെഡി തുല്യമാണ് അല്ലെ? അപ്പൊ 1x നിന്നും ഈ 1x പോയാൽ ഇതെന്തായി മാറും? 0. ഇനി ശ്രദ്ധിക്കണം, അടുത്ത എന്താണ്? -3y. -3yയിൽ നിന്നും കുറയ്ക്കണം എന്നുള്ള ചിഹ്നമാണ് ഈ മൈനസ്. എന്തുവാണ് മൈനസ് ചെയ്യേണ്ടത്? -2y. ദാറ്റ് ഈസ് ഈക്വൽ ടു -3y മൈനസ് എന്താവും? +2y. ദാറ്റ് ഈസ് ഈക്വൽ, ഇവിടെ നോക്കിയാൽ വ്യത്യസ്ത ചിഹ്നമാണ്, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പൊ 3y നിന്ന് 2y പോയാൽ എത്രയാണ്? 1y. എന്ത് y? ഇവിടെ മൈനസ് ഉണ്ട് വലുതിന്റെ. അപ്പൊ ഇത് കുറയ്ക്കുമ്പോൾ -1y ഇസ് ഈക്വൽ ടു, അതേപോലെ തന്നെ ഈ -8ൽ നിന്നും കുറയ്ക്കണം എന്ത്? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു -8 -2. ഒരേ ചിഹ്നമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തമ്മിൽ കൂട്ടുമ്പോൾ 8ഉം 2ഉം എത്രയാണ്? 10. പൊതുവായ ചിഹ്നം ഇവിടെ എന്താണ്? ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ മൈനസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -10. ദാറ്റ് ഈസ് ഈക്വൽ ടു -1y ഈസ് ഈക്വൽ ടു -10. therefore y ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ആ മൈനസ് ഈ മൈനസും വെട്ടിപ്പോയാൽ y ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി നമ്മുടെ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ, ഏതെങ്കിലും ഒരു ഇക്വേഷൻ. ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. x-2y is equal to 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, എക്സിന്റെ സ്ഥാനത്തൊന്നും അറിയില്ല, x-2 into വൈയുടെ സ്ഥാനത്ത് 10 ഇടാം, is equal to 2. ദാറ്റ് x-20 is equal to 2. x is equal to 2. ഈ -20 ഈക്വൽ അപ്പുറം വരുമ്പോൾ +20. ദാറ്റ് ഈസ് ഈക്വൽ ടു 22. എന്തായിരുന്നു എക്സ് എന്തായിരുന്നു? y എന്തായിരുന്നു? എക്സ് ആയിട്ട് നമ്മൾ എടുത്തത് 6 വയസ്സാണ്, റഹീമിന്റെ വയസ്സ്. y ആയിട്ട് നമ്മൾ എടുത്തത് എന്താണ്? രാമുവിന്റെ വയസ്സ്. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം? ഏജ് ഓഫ് റഹീം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 22. ഏജ് ഓഫ് രാമു നമ്മൾ എന്തായിട്ട് എടുത്തത്? y. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ദിസ് ഈസ് ദ ആൻസർ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ,
നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. എന്താണ് പറഞ്ഞത്? ദ ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇസ് 20. ശ്രദ്ധിക്കണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ, അപ്പൊ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്നത് അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ മട്ടത്രികോണം, മലയാളത്തിൽ പറയുന്നത് മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോണളവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിള് 90 ആണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ ഒരു സിമ്പൽ ഇവിടെ ഉണ്ടെങ്കിൽ, ഏത് സിമ്പല്? നമ്മളത് ഈ സിമ്പൽ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഇപ്പൊ വരച്ചിരിക്കുന്ന ആംഗിൾ സിമ്പൽ കണ്ട, ഈ ഒരു സിമ്പൽ ഉണ്ടെങ്കിൽ ഓർത്തോണം അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അങ്ങനെ 90 ഡിഗ്രി വരുന്ന ത്രികോണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തുവാ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചെറിയ രണ്ട്, ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ ഇതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ആംഗിൾ അല്ലെ? ചെറിയ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഇതുവാ. ഇതിനെ ഞാൻ എക്സ് എന്നും ഇതിനെ ഞാൻ വൈ എന്നും വിളിച്ചാൽ ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഇല്ലെങ്കിൽ കുറയ്ക്കുക. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? ഈ രണ്ട് സ്മോൾ ആംഗിൾസുകൾ തമ്മിലുള്ള വ്യത്യാസം, ദാറ്റ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 20. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു ത്രികോണത്തിലെ, ഇപ്പൊ ഇത് ത്രികോണം എ ബി സി അല്ലെങ്കിൽ ട്രയാംഗിൾ എ ബി സി, നമുക്ക് എല്ലാവർക്കും അറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ അത് ആംഗിൾ എ നമുക്ക് എത്ര? 90. പ്ലസ് ആംഗിൾ ബി അറിയത്തില്ല, ഞാൻ ബി അതേപോലെ എഴുതി. സി യു അറിയത്തില്ല, സി യു അതേപോലെ എഴുതി. 180 അതേപോലെ എഴുതി. ഈ പ്ലസ് 90 ഈക്വൽ അപ്പുറത്തോട്ട് പോകാൻ നേരം എന്ത് 90 ആവും? -90. മിച്ചം ഇവിടെ എന്ത് മാത്രം? ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എത്രയാണ്? 180 മൈനസ് 90. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു, ബി എന്ന് പറയുന്ന ഇവിടെ എത്രയാണ്? ആംഗിൾ എക്സ്. ദെയർഫോർ എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഇവിടെ എത്രയാണ്? ആംഗിൾ വൈ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 മൈനസ് 90 എത്രയാണ്? 90. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കാം. ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ, അതായത് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ കുറച്ചാൽ, അപ്പൊ ഒന്നാമത്തെ നേരെ താഴെ y ഈസ് ഈക്വൽ ടു 20 കുറച്ചാൽ മാത്രം മതി. കുറയ്ക്കാൻ പറ്റുമോ? പറ്റും. കാരണം ഇവിടെ എന്താണ്? എക്സ് തുല്യമാണ്. എക്സിന്റെ 1 ഇവിടെ 1. പക്ഷെ y തുല്യമായി തോന്നും, പക്ഷെ y തുല്യമല്ല. കാരണം ഈ പ്ലസ് y ആണ്. പ്ലസ് y എന്ന് പറഞ്ഞാൽ +1y മൈനസ് y എന്ന് പറഞ്ഞാൽ -1y. അത് വ്യത്യസ്തമാണ്. അപ്പൊ തുല്യം ഇവിടെ എന്താണ്? എക്സ്. അപ്പൊ എക്സിന് എക്സ് പോയാൽ എന്താണ്? 0. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, 1y നിന്നും കുറയ്ക്കുന്നു. എന്താണ് കുറയ്ക്കുന്നത്? -1y. അപ്പൊ എന്താ? -1y. ദാറ്റ് ഈസ് 1y മൈനസ് എന്താവും? +1y. ദാറ്റ് ഈസ് ഈക്വൽ ടു 2y എന്നാണ് വരുന്നത്. ദാറ്റ് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2y. 90 20 വരെ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 70. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 70 ഈ ഇൻറ്റു ചെയ്ത 2 ഈക്വൽ അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 35. ഇനി നമുക്ക് എന്തുവാ കണ്ടുപിടിക്കുക? എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷന്റെ അകത്തോട്ടോ ഇല്ലെങ്കിൽ ഈ ഇക്വേഷന്റെ അകത്തോട്ടോ, ദാറ്റ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്ര? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 അല്ലെ? ഇതിന്റെ അത് വൈ ഉള്ളെടുത്ത് എക്സ് പ്ലസ് 35 ഈസ് ഈക്വൽ ടു 90. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 90 മൈനസ് 35. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 55 ഡിഗ്രിയാണ്. ഇത് ആംഗിൾ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എക്സ് എത്ര കിട്ടി? എക്സ് 55. ദാറ്റ് ഈസ് 55 ഡിഗ്രി. വൈ എത്ര കിട്ടി? 35 ഡിഗ്രി. ഈ ആംഗിൾ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞു? കാൽക്കുലേറ്റ് ദ ആംഗിൾസ്, 3 ആംഗിൾസ്. ഒരു ആംഗിള് എത്രയാണ്? 3 ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ് അതിൽ ഒരു ആംഗിൾ എത്ര കിട്ടി? ഒരു ആംഗിൾ അവർ തന്നിട്ടുണ്ട് എത്ര? 90. രണ്ടാമത്തെ ആംഗിൾ എക്സ് ആയിരുന്നു, അത് എത്ര കിട്ടി? 55. മൂന്നാമത്തെ ആംഗിൾ വൈ ആയിരുന്നു, അത് എത്ര കിട്ടി? 35. 3 ആംഗിളുകളും കണ്ടുപിടിച്ചില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഐഡിയ എന്തായാലും ഈ ഒരു 4 ഭാഗം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും. പക്ഷേ നിങ്ങൾ മുടങ്ങാതെ 5ാമത്തെ 6ാമത്തെയും ഭാഗം കണ്ടു പഠിക്കണം. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. അത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പം തൊട്ടടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ അടുത്ത ഭാഗത്തിൽ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും മുടങ്ങാതെ ആ ഭാഗം കണ്ട് ഈ തരുന്ന ക്വസ്റ്റ്യൻസുകൾ ഒരു ബുക്കിൻ്റെ അകത്തോട്ട് എഴുതി വെക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഇത് കണ്ട് മനസ്സിലാക്കണം. വളരെ പ്രയോജനകരമാണ്. കാരണം 10ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ ബാലൻസ് അവിടെ പഠിക്കാനുണ്ട്. ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ ഇല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മെസ്സേജായി വരും. നിങ്ങൾക്ക് അതനുസരിച്ച് എൻ്റെ ക്ലാസ് കയറി കാണുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തിൽ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.